सबका स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए हैशटैग होम मूवी के पोस्ट इंटरवल सीन का रिएक्शन। तो पोस्ट इंटरवल सीन जो है ना, मैं बहुत एक्साइटेड हूँ उसके लिए, बिकॉज अभी पता लगेगा कि भाई ये मूवी जा किधर रही है। अभी तक हमें यही था कि भाई वो अंकल जो थे वो बहुत ज़्यादा डिप्रेस थे और वैसा, और अब उनको फ़ोन मिला, उसके बाद भी जो उन्होंने अच्छे करने की कोशिश की वो भी ख़राब ही हो गया है। अब यहाँ पे उनका बेटा उनको किस तरीके से या तो बात करेगा या बात ही नहीं करेगा, वो देखना होगा सच में यार। और मुझे सच में अंकल की साइड की वो स्टोरी सुननी है जो कि बहुत ही ज़्यादा एक्साइटिंग है। और उनकी स्टोरी टेलिंग एक्चुअली बहुत अच्छी है। तो देखते हैं, फिर आप भी देखो, हम देखते हैं। लेट्स स्टार्ट। मुझे फोन से ही डर लग रहा है अब अपने। ओले मीम्स बन गए हैं भाई इनके ऊपर। ഏതായാലും നീ കുറച്ച് ദിവസത്തേക്ക് ഫോൺ ഒന്ന് നോക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ വിളിച്ച് തെറി വിളിക്കാൻ പകുതി പേർക്ക് ശരിക്കും എന്താ മാറ്റർ എന്ന് പോലും അറിയില്ല. അത് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനൊക്കെ കയറി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട്. പക്ഷേ ഇത് നേരത്താണോ എനിക്ക് ചെയ്യാൻ തോന്നുന്നത്. നമുക്ക് വേറെ ആരെങ്കിലും ആലോചിച്ചാലോ? അതൊരു ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ആന്റണി? എനിക്ക് തോന്നുന്നില്ല. വിശാൽ ഇപ്പോ ഇത് കണ്ടിട്ട് എങ്ങനെ എടുത്തിട്ടുണ്ടാവോ എന്ന്. बहुत ही गुस्सा होंगे। ഏതായാലും നീ വീട്ടിൽ പോ, ഞാനൊന്ന് ആലോചിക്കട്ടെ ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന്. ഡേ ആ സ്ക്രിപ്റ്റ് വായിക്കാൻ വന്ന പയ്യനോട്. പുള്ളി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ വരാൻ പറ. ओ ആ സ്ക്രിപ്റ്റ് റീഡിംഗ് ഉണ്ട്, അതാണ്. വിശാല് പറഞ്ഞതുപോലെ നീ ആ സ്ക്രിപ്റ്റ് ഒന്ന് റീവർക്ക് ചെയ്യാൻ നോക്ക്. എന്തായാലും പുള്ളിയുടെ ഡേറ്റ് കിട്ടിയാൽ മാത്രമേ ഈ പ്രോജക്റ്റ് നടക്കത്തുള്ളൂ. ഏതായാലും എപ്പോഴത്തെയും പോലെ ഞാൻ നിന്നെ വിളിച്ച് കഴിഞ്ഞോ എന്നൊന്നും ചോദിക്കാൻ പോണില്ല. നീ സമാധാനമായിട്ട് നല്ല വൃത്തിയായിട്ട് അത് എഴുത്. ഇന്നിപ്പോ എനിക്ക് ആ സ്ക്രിപ്റ്റ് റീഡിംഗ് ഉണ്ട്, നീ ചെല്ല്. ये इतने अच्छे हैं क्या? कैसे? ആ ഇരിക്കേ. സിനിമയുടെ ടൈറ്റിൽ 7 ഫോട്ടോഗ്രാഫ്സ്. ഇതൊന്ന് 7 ആ ഫോട്ടോഗ്രാഫ്സ്. വായിരി. क्या इनके हाथ से वो मौका चला जाएगा? ആ എവിടെയോ എത്തി. എന്താ മനുഷ്യരായ ദേഷ്യപ്പെടില്ലേ? ആ സമയത്ത് ഓർക്കാതെ എന്റെ വായന്ന് വന്നാൽ അതാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്റെ വീട്ടിലായിരുന്നു, പ്രൈവറ്റ് സ്പേസിലായിരുന്നു. അതിലെന്താ ഇത്ര തെറ്റ്? ഇനി അദ്ദേഹത്തിന് നേരിട്ട് കണ്ടിട്ട് വേണമെങ്കിൽ ഞാൻ മാപ്പ് പറയാം. അല്ലാണ്ട് നീ പറയുന്ന പോലെ എനിക്കൊരു പബ്ലിക്കായിട്ട് വീഡിയോ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല പ്രിയ. ഐ ആം റിയലി സോറി. मेरे हिसाब से भी, पर शायद उससे बात बढ़ जाए. സംവിധായകൻ ആന്റണി സൂപ്പർ സ്റ്റാർ വിശാലിനെ തെറി വിളിക്കാനുള്ള കാരണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഇതൊക്കെ ഫേക്ക് ന്യൂസ് ആണ് എന്റെ മമ്മി. അതും പൊക്കി പിടിച്ചു. Actually it's not fake. നമുക്കല്ലേ അറിയുള്ളൂ, നാട്ടുകാർക്ക് അറിയില്ലല്ലോ. ഏതായാലും പല സാമൂഹ്യ വിഷയങ്ങളിലും നിഷ്പക്ഷമായി പ്രതികരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സംവിധായകന്റെ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോൾ സൂപ്പർ താരം വിശാലിന്റെ ആരാധകരുടെ പൂരപ്പാട്ടാണ്. ഫേസ്ബുക്ക് പേജിൽ നിന്നും അറിയാതെ ലീക്കായ ഒരു വീഡിയോയുടെ कितने कलेश हो गए. ആന്റണി ഒലിവർ ടെസ്റ്റിന്റെ യഥാർത്ഥ സ്വഭാവം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു കണ്ടു. ആ വിശപ്പില്ലമ്മ. പ്രൊഡ്യൂസർ എന്ത് പറഞ്ഞടാ? പ്രൊഡ്യൂസർ പറഞ്ഞാൽ ടി വി കേട്ടില്ലേ? തൊണ്ടി വിളിക്കുന്ന ഫോണിൽ നിന്നും പറഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു. ഇപ്പൊ സമാധാനമായല്ലോ. अंकल की क्या गलती इसमें यार? നീ ആരാണ് വിശാലേട്ടനെ പറയാൻ? ഇന്നലെ പെയ്ത മഴയെ കുറിച്ച് ഉണക്ക സംവിധാനം അല്ലെങ്കിൽ ഒരു പടം ഹിറ്റാൻ പോകാൻ. कमेंट्स मेरे ख्याल से इस टाइम पे तो नहीं पढ़ने चाहिए, ये खत्म हो जाएंगे ऐसे. डिस्टर्बिंग होता है यार वो. एक तो इनके ऊपर ट्रोल्स बन रहे हैं, सब हो रहा है. थोड़ा टाइम ऑफ ले लो. अंकल सो नहीं पा रहे. ഇങ്ങനെ മൂഡ് ഔട്ട് ആയിട്ടിരിക്കല്ലേ? ഒന്ന് പോയടോ. വാടാ നമുക്കൊരു റൈഡ് പോയിട്ട് വരാം. പോ. എന്നാ सही बोल रहा है वो. വാടാ. പല്ല് വെച്ചില്ലല്ലേ? ആ മിണ്ടാണ്ടിരിക്കുന്നു. नहीं सो पाएंगे. ओह वाह, कितना मस्त लग रहा है इनका घर रात को भी. പേടിച്ചു പോയി. ഇപ്പൊ ഉറങ്ങില്ലേ? ഭയങ്കര ചൂട്. അതല്ലടാ, വയറ്റിനകത്തൊരു വെപ്രാളവും പരവേശവും ഉറക്കം കിട്ടണില്ല. മക്കളെ, एक बार सुन लो यार. നിനക്ക് പപ്പയുടെ അടുത്ത് ദേഷ്യമുണ്ടാ? എന്തിന്? ഞാൻ അറിയാതെ പറ്റിപ്പോയതാടാ.
ഇത് നിന്റെ അടുത്ത പടത്തിന് ബാധിക്കൂടാ? എനിക്കറിയില്ല അപ്പ. നിനക്ക് വിശാലിനെ വിളിച്ചൊന്ന് സംസാരിച്ചൂടെ? എല്ലാവർക്കും പറയാൻ എളുപ്പമാണ്, ഇതൊരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ലൈവ് ഒന്നും പോകുന്നില്ലല്ലോ. नहीं नहीं भाई, പ്രാവശ്യം കൂടെ താങ്ങാൻ വയ്യ. लाइव स्ट्रीम तो नहीं हो रहा. फेसबुक अनइंस्टॉल ही कर दो फिलहाल के लिए. ओए ജസ്റ്റ് ഒന്ന് കണ്ണടഞ്ഞതേ ഉള്ളൂ. നടക്കാൻ ഇറങ്ങിയതാ. നീ ഉറക്കായിരിക്കുമല്ലോ, നിന്നെ വിളിച്ച് ഞെട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. फिर हार्ट अटैक आया था. നന്നായി. ആന്റണി പ്രശ്നം ഉണ്ടാക്കിയല്ലേ? ഇല്ല, അവനൊന്നും പറഞ്ഞില്ല, പാവം. പോടാ. നീ ഇതാ ഇതിന്ന് ആ ഫേസ്ബുക്ക് വിളിച്ചാ കിട്ടണം, അത് മാത്രം മതി. ഇതെന്താ മുറിഞ്ഞോ? എന്താ कैमरे पे ही लगा दिया भाई. എടാ ഇതൊക്കെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പഠിച്ചാലേ ഒരു ഒരു ഇതും വേണ്ട. ആ ചേട്ടനായിരുന്നോ? എന്താ ഇത്ര രാവിലെ? ഇരിക്കേട്ടാ, ഞാൻ ചായ എടുക്കട്ടെ. നിങ്ങൾക്ക് ചായ വേണോ? നിങ്ങളോട് എന്നെ ചായ വേണോന്ന്? आप चाय पियेंगे? तू बहरा है, चाय पिएगा? നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയേ? അതൊക്കെ അങ്ങനെ കിടക്കും. എടാ ഇതങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമാണോ? കാര്യം സ്വന്തം മോനെ ട്രോളിട്ടാണെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് 10-350 ഫ്രണ്ട് റിക്വസ്റ്റ് ഇത് ഉപയോഗിക്കുമ്പോ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നീ പറ, പപ്പ എവിടെ ഉണ്ട്? ഞാൻ കൊടുക്കാം. ചേട്ടാ, ഇതാ മോളാണ്, എന്തോ സംസാരിക്കണം. ഹലോ മോളെ. ഹായ്. പപ്പ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. അച്ഛനെ കൊണ്ട് സ്ഥലം വരെ പോണം. എവിടാ മോളെ? ഞാനൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. പപ്പ എന്തെങ്കിലും പറഞ്ഞ് അച്ഛനൊന്ന് കൊണ്ടുപോണേ. ആ, അവനെ ഞാൻ കൊണ്ടുപോകാം മക്കളെ. എന്റെ പട്ടിയെ കൊണ്ടുപോകും. लूनी बिन. अरे यार साइकोलॉजिस्ट ഞാൻ पागल खाना नहीं होता. പൈറ്റുള്ള പൊന്നിനെ കൊണ്ടുപോയി അയാൾക്കല്ലേ മുഴുവൻ ഭ്രാന്ത്. ഇയാൾക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് സാരമല്ല, അവനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി പറഞ്ഞാലേ കേൾക്കുള്ളൂ. എന്തെങ്കിലും പറഞ്ഞൊന്ന് കൊണ്ടുപോണേ. കൊണ്ടുപോവാം. കൊണ്ടുപോടി. ഓക്കെ, ശരി മോളെ, എന്നാ ഞാൻ വിളിക്കാം. ശരി അമ്മേ, ബൈ. സൈക്കാട്രിസ്റ്റിനെ കാണാൻ മാത്രം Psychiatrist. ചേട്ടന് അറിയാലോ സ്വഭാവം. എന്തൊക്കെയോ വലിച്ചു വാരി തിന്നിട്ട് ഇപ്പൊ വയറിലൊക്കെ പിടിച്ചപ്പോ കുടലിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ अरे यार पता है वो गूगल पे सर्च करो ना, पहला वही आता है. हर कुछ भी चीज सर्च में करो. कैंसर है, हर चीज में. सो नहीं पा रहे हो, कैंसर. एक तो ये इनका ट्यून आती है. भूख ज्यादा लगती है, उसका भी कैंसर है. मैं तो खास देती हूँ जोर से, किसी को ऐसे उठाना होता है तो. इतना रियल लग रहा है. Worried about sleep. എന്താ പ്രശ്നം? തീരെ ഉറക്കമില്ല. Sleeplessness. तुम्हें എന്താടാ, ഡോക്ടറെ കണ്ടില്ലേ? അവന്റെ ഒരൊറ്റ ഒരു ഉപദേശം, അത് കഴിഞ്ഞ് 3 പടം കാണിച്ചിട്ട് പറയാം ഇഷ്ടമുള്ളതിന്റെ മുകളിൽ ടിക്ക് ചെയ്യാൻ. ടിക്ക് ചെയ്ത് കൊടുത്തൂടെ? കരികേറിയ പേപ്പട്ടി മൂർഖം പാമ്പ് ഇതേനെ ഞാൻ ഇഷ്ടപ്പെടും. ഏതിന്റെ മുകളിൽ ടിക്ക് ചെയ്യും? എന്റെ എല്ലാവരും ഫുൾ ഡീറ്റെയിൽസ് കൊണ്ട് ബില്ല് കൊടുക്കാൻ. അതോടെ അവനെ ഉറപ്പിക്കാലോ എനിക്ക് മുഴുവൻ ഭ്രാന്താണെന്ന്. അപ്പൊ വട്ടില്ലേ? വട്ടിക്കടാ പൊട്ട ഡോക്ടർക്ക് തന്നെ. हेलो. अरे ये वो टेक्निक होती है कि आप कौन से कैरेक्टर हो. വിട്ടു പോകുന്നു. അവിടെ റേഞ്ച് ഇല്ലേ ഡോക്ടറെ? എന്ത് വിട്ടു പോകുന്നു? അതെ, അവിടെ ഫുൾ റേഞ്ച് ആണല്ലോ, ഇവിടെ ഫുൾ റേഞ്ചാ. ഡോക്ടറിനോട് പ്രോബ്ലമാ. അർജന്റാ ഡോക്ടറെ, ഒന്ന് എവിടെയെങ്കിലും മാറി നിൽക്കാവോ? ഇപ്പൊ കേൾക്കാം. ഇപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കാം. कुछ भी नहीं बदला. ये कितने लोगों के साथ होता है? ഡോക്ടറെ കിട്ടുന്നില്ല, അറിയോ? നേരത്തെ വന്ന ആളിന്റെ കൂടുതൽ ആൾക്കൊന്ന് കാണണമെന്ന്. ഞാൻ ഡോക്ടറെ മെഡിറ്റേഷൻ സമയമല്ലോ മോളി. ഓ, ആന്റണി ശങ്കരന്തിക്കാണ് ഒരാള് വരണം. വേണമെങ്കിൽ അയാളെയും കൂടി എന്തെങ്കിലും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാൻ നോക്കും. ഞാനിങ്ങനെ പറഞ്ഞേക്കാൻ പോകണം. ഇവരാണോ ഡോക്ടർ? എന്താ പേര്? ഒലിവർ. 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 നൈസ് നെയിം. ओलिवर. ഇതൊന്ന് ഫില്ല് ചെയ്തിട്ട് ഇതിനകത്ത് ഒലിവറിന് ഇഷ്ടപ്പെട്ട പടങ്ങളൊക്കെ ഒന്ന് ടിക്ക് ചെയ്ത് തരാം. അത് ഡോക്ടർ, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിലെ പോയപ്പോ വെറുതെ ഒന്ന് മിസ്റ്റർ ഒലിവർ, ഒരു കാര്യം മനസ്സിലാക്കണം. വട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കലല്ല ഒരു സൈക്കോളജിസ്റ്റിന്റെ പണി. അതിന് സൈക്യാട്രിസ്റ്റ് ഉണ്ട്.
സപ്പോസ് ഒലിവറിന്റെ വീട്ടിലെ ഒരു മുറി വളരെ സന്തോഷമാവില്ല. കാണാതെ പോയത് പലതും കിട്ടും. ചില വേണ്ടാത്ത എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പഴയതിനെക്കാളും ഭംഗി ഉണ്ടാവില്ലേ മുറി? അതാണ് എന്റെ വഴി. ഓ ക്ലീൻ. सफाई का नहीं, मेंटल सफाई का. ആ വൃത്തികേടായി കിടക്കുന്ന മുറി പോലെയാണ് ആങ്സൈറ്റിയും ഡിപ്രഷനും ഉള്ള ഒരാളുടെ മനസ്സ്. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ഞാൻ പോയി വൃത്തിയാക്കിട്ട് കിടന്നു ഉറങ്ങിക്കൊള്ളോ. പറ്റില്ല. നീ ഇതുവരെ ചെയ്ത മണ്ടത്തരങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കടേന്ന്. ആങ്സൈറ്റി ഡിസോർഡർ. അതിന്റെ കാരണം കണ്ടുപിടിച്ച് അത് മാറ്റണം. അതിനാണ് ഇത് ഫില്ല് ചെയ്യാൻ പറഞ്ഞത്. ചെയ്തോളൂ. ഞാനൊന്ന് ട്രീറ്റ്മെന്റ് കോസ്റ്റ്യൂം ഇട്ടിട്ട് വരാം. कॉस्ट्यूम को प्ले चल रहा है. वाह, ये मस्त है टाइमर यार. पिजन ഫിൽ ചെയ്തോ ഒലിവർ? ഓ give it. 1 मिनट में मुझे भी बताओ यार. Oh my god. 1 मिनट में सुला देंगे. सुलाने का नहीं होता, ये कैरेक्टर पता लगता है इससे. കുറച്ച് സീരിയസ് ആണ് उधर കണ്ടീഷൻ. पीछे लिखा हुआ था Come ऐसा. on. अच्छा, Do this exercise. ട്രീറ്റ്മെന്റ് വർക്ക് ചെയ്താ ഉറങ്ങട്ടെ. You come. ट्रीटमेंट का इफेक्ट मेरे को ना नेचुरली सोया है वो. Come. ये कहाँ लेके जा रहे हैं? എനിക്ക് മുമ്പ് ഇവിടെ ഇരുന്ന് ഉറങ്ങിയ ആളെവിടെ പോയി? ओ, जो वो कह रहे थे ना ये लोग क्या करते हैं, अंकल को कॉस्ट्यूम पहनाना चाहिए था. आज ये भी वही बन गए. एकदम पतले से है ना बेचारे अंकल. फिसल गए नीचे. क्या बात है. എന്ത് വട്ടോ. Nonsense. ഒലിവറെ, ഓ എങ്ങനെയുണ്ട്? ഇപ്പൊ ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. വെരി ഗുഡ്. मेरे को तो थकान से तो वैसे ही नींद आती. हाय जी, आजी. ഇതൊരു 4-5 ദിവസം തുടർച്ചയായിട്ട് ചെയ്താൽ പിന്നെ സുഖമായി ഉറങ്ങാം. പിന്നെ ഉണർത്തേ ഇല്ലായിരിക്കും. നീ ഇങ്ങോട്ട് വന്നേ. ബൈ സാർ. നടക്കണം. Tai chi. ഒലിവർ, ओ, ഒരു മിനിറ്റ്. ദേ വരുന്നുണ്ട്. നീ വരുന്നുണ്ട്. വല്ലായികൾ ചിലപ്പോൾ നമ്മൾ ഇവിടെ കിടത്തി ഉറക്കും. എനിക്ക് ഉറങ്ങാൻ എൻ്റെ വീടുണ്ട്. നല്ല സന്തോഷത്തോടു കൂടെ ഓടി വരുന്ന ഒരു കുട്ടി പെട്ടെന്നൊരു കുഴിയുണ്ട്, അവിടെ തന്നെ നിൽക്കുന്നു. അത് ചാടി കടന്നാൽ ഒരുപാട് ദൂരം അവന് മുമ്പോട്ട് പോവാം. ओ, പക്ഷെ എന്തോ കാരണം കൊണ്ട് അത് ചാടാതെ അവിടെ തന്നെ നിന്ന് വളർന്ന് ഒരു വീടൊക്കെ വെച്ച് ശിഷ്ടകാലം ജീവിച്ചാൽ എങ്ങനെയുണ്ടോ? ആ കുട്ടിയാണ് ഒലിവർ ട്വിസ്റ്റ്. Oh. कम ऑन ओलिवर, अब तो हिंट्स मिल रहे हैं भाई. करो, रीच आउट कर सकते हो कुछ. वैसे देखा जाए तो इन्होंने पूरी लाइफ बच्चों को दे दी है. അത് അപ്പച്ചനെങ്ങനെ കണ്ട്? और अपने फादर. ഇവിടെ വേറെ എന്താടാ ജോലി? वाइफ की भी हेल्प करता है यार. അന്നൊക്കെ ടൈപ്പ് റൈറ്റിംഗ് അറിയുന്ന ആളെന്ന് പറഞ്ഞാൽ ഇന്നത്തെ വലിയ കമ്പ്യൂട്ടർ എഞ്ചിനീയറെ പോലെയായിരുന്നു. എന്നെ അന്നൊരു വീഡിയോ ലൈബ്രറി തുടങ്ങാൻ തോന്നിപ്പിച്ചു. और तो वीडियो लाइब्रेरी तो बहुत बड़ी चीज थी. അക്കാലത്ത് അതൊരു റിസ്ക്കുള്ള ബിസിനസ് ആയിരുന്നു. പക്ഷെ പ്രതീക്ഷിക്കാത്തൊരു കേസ് വന്നു. അതായിരുന്നു ഡോക്ടർ അന്ന് പറഞ്ഞ ആ കുഴി. അനിയനെ പോലെ കൊണ്ടു നടന്ന ഒരാളായിരുന്നു അന്ന് എനിക്ക് സഹായത്തിനൊപ്പം ഉണ്ടായിരുന്നു. അവൻ പറ്റിക്കുമെന്ന് വിചാരിച്ചില്ല. അവനെന്താ ചെയ്തത്? क्या किया हेल्पर ने? അതൊരിക്കലും ആരെയും കുറ്റപ്പെടുത്താനുള്ളതാവണ്ട. बट स्टिल बताओ. शेयर तो करना पड़ेगा यार. क्या बात है. Wow. ओ, कहते नहीं आएंगे, आए. रूटीन हो गया अब इनका. എല്ലാരും ഉപയോഗിക്കുന്നത് കണ്ട് കൊതി കാരണം വാങ്ങിച്ചു പോയതാ ഡോക്ടർ. അല്ല, മാരേജ് പോയി പഠിപ്പിച്ചു തരാനാണെങ്കിൽ ആളുമില്ല. ആളില്ലെന്ന് ആരാ പറഞ്ഞേ? നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഒരു ടിക്ക് വന്നാൽ ओ वाओ, आंटी सिखा रही है. ടിക്ക് വന്നാൽ നമ്മൾ അയച്ച മെസ്സേജ് അവർക്ക് കിട്ടി. നീല കളർ കണ്ടാൽ എന്തൊക്കെ സംവിധാനങ്ങളാ. हाय मोने. ഹായ് പപ്പ. അത് കഴിഞ്ഞ എന്താ ഒരു ഉണ്ടാ? അത് ഉണ്ടേന്നുമില്ല. बॉल. മെസ്സേജ് അയക്കുന്ന ആളുടെ വികാരം. അപ്പൊ ഇതവ എനിക്ക് ശരിക്കും ഉമ്മ തന്നതാ. ഹായ് പപ്പ. Oh wow. ये सही है यार, इमेजिन भी वही कर लो. ശരിയാ, അവനിത് അയച്ചപ്പോഴുള്ള വികാരം എനിക്കിപ്പോ ശരിക്കും മനസ്സിൽ കിട്ടി. वो तो ऐसे ही कर रहा. इनको ज्यादा टाइम नहीं लगेगा. ഗൂഗിൾ പേ ഉണ്ടോ? ओ
क्या बात है ये हुई ना बात അതെന്റെ സൈക്കിൾ അല്ലേ? അതെ, ഇനി അവന്റെ സൈക്കിൾ. എന്തിനാ അവൻ കൊടുത്ത്? നീ ഉപയോഗിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ OLX ഇട്ട് വിറ്റു. क्या बात, इनका ही ऑर्डर भी आ रहा है. फ्लिपकार्ट. पेड़ा भाई अंकल तो नेक्स्ट लेवल हो गए. क्या बात है. वाओ. ऐसा मुंह क्यों बना रहे हैं? तो अंकल जो है ना वो बहुत ज़्यादा ज़बरदस्त है बिकॉज वो अब कहीं ना कहीं सब चीज़ सीखना चाह रहे हैं और उनकी लाइफ एक्चुअली चेंज हो रही है. अब वो एक्चुअली उसको पॉजिटिवली यूज़ कर रहे हैं एंड अब लाइक ऑफ कोर्स ये होता है कि आपको एक सिखाने वाला चाहिए होता है कि कोई आपको प्रॉपर्ली सिखाए कि व्हाट्सएप इंस्टाग्राम ये सब चीज़ें क्या है. और इन्होंने कितना अच्छा यूज़ किया. लाइक OLX पे ऐड डालना तो एक बहुत बड़ी चीज़ होगी बिकॉज लाइक वो तो अभी तक मेरे पेरेंट्स भी नहीं कर पा रहे कि भाई इतने टाइम वो यूज़ कर रहे हैं. बट उन्होंने ये कि व्हाट्सएप फेसबुक इंस्टाग्राम वो अच्छे से सीख लिया. बट OLX पे ऐड डालना तो यार कमाल हो गया. सच में यार अंकल तो एडवांस होते जा रहे हैं. और हमने ना यूजुअली मूवीज ऐसी देखी है कि जहाँ एक वुमेन का एम्पावरमेंट दिखाया जाता है कि भाई वो सारी चीज़ें सीखती है, वो उसका स्ट्रगल पीरियड होता है. तो यहाँ पे एक मैन का दिखाया गया है कि वो कैसे स्ट्रगल करते थे पर अब उनको वैसा मिला है, उनका साइकेट्रिस्ट मिला है, लोग उनको हेल्प कर रहे हैं, वो अपनी हेल्थ पे ध्यान दे रहे हैं. तो यार ये बहुत ही मज़ेदार है अंकल को देखना. और अंकल के साथ हम भी वो चीज़ें रीलिव कर पा रहे हैं कि वो इमोजी वाली चीज़ हो गई और वो किसी ने देखा तो वो ब्लू टिक वाली चीज़ हो गई. मस्त है एक्चुअली. तो आप लोग कैसे लगा कमेंट सेक्शन में जरूर बताएगा. तो इसे लाइक करते जाइए, कमेंट करते जाइए, शेयर करते जाइए और सब्सक्राइब करिए. बाय.